പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അതെ, യേശുവിന് സാക്ഷ്യം വഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവർ. മിശിഹായുടെ കൃപയിൽ പങ്കുചേർന്ന് ജീവിക്കാൻ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ, സഭയിലൂടെയും സഭയുടെ വചന പ്രഘോഷണത്തിലൂടെയും കൂദാശ പരികർമ്മത്തിലൂടെയും പ്രാർത്ഥനാ ശുശ്രൂഷകളിലൂടെയും നാം നിരന്തരം ക്ഷണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗവും നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ഇതുതന്നെയാണ്: ഭയം കൂടാതെ സാക്ഷ്യം നൽകുക. അപ്പന്റെ തനിച്ചായും സ്വഭാവവുമാണ് മക്കൾക്ക് എന്ന് പറയുമ്പോൾ അപ്പനുണ്ടാകുന്ന ആനന്ദം. ഈ ഒരു സാക്ഷ്യപ്പെടുത്തൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. മാമോദീസായിലൂടെ പാപമാർഗങ്ങൾ ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട നാം ദൈവസന്നിധിയിൽ എത്രയോ വിലപ്പെട്ടവരും ബഹുമാന്യരുമാണെന്ന് ഓർക്കുക. നമ്മുടെ ഓരോ ചലനങ്ങളിലും വളർച്ചയിലും തളർച്ചയിലും അവിടുന്ന് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ തലമുടി ഇഴ കൊഴിയുന്നത് പോലും അവിടുന്ന് അറിയുന്നുവെന്ന് വചനം പറയുന്നു. പിന്നെ എന്തിനാണ് നാം ഭയപ്പെടുന്നത്? ആരെയാണ് നാം ഭയപ്പെടുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗം മുതൽ അവസാനം വരെ കാണുന്ന ഒരു വാക്യമുണ്ട്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ലൂക്ക 12:5 പറയുന്നു: നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. തീർച്ചയായും നാം ദൈവഭയമുള്ളവരാണെങ്കിൽ ഈ ഭൂമിയിൽ നിർഭയം ദൈവസാക്ഷികളായി ജീവിക്കാം. ദൈവം സഹായകനായി പരിശുദ്ധാത്മാവിനെ അയക്കാതിരിക്കുകയില്ല. ആ ആത്മാവ് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി സംസാരിക്കും.